കാറ്റത്തേക്കിളിക്കൂട് സീരിയലിൻ്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ സുനന്ദയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം അറിഞ്ഞ സമയത്തിന് സുഭാഷിന് ആകെ വിഷമാവുന്നുണ്ട്. സുഭാഷിൻ്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊന്നും അത് സഹിക്കാനാവുന്നില്ല. അങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് സുഭാഷ് ഇങ്ങനെ തകർന്ന് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സുബീഷ് അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നികേഷിനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ സുഭാഷ് ഏട്ടന് നല്ല സങ്കടമുണ്ടടാ. പിന്നീട് അവർ സുഭാഷ് ഏട്ടനടുത്ത് പോയിട്ട് ആശ്വസിപ്പിക്കാനൊരു ശ്രമം നടത്തി. ആ സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം സുനന്ദയുടെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണ്, എങ്ങനെയുള്ളവനാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ അവൻ നല്ലവനായിരിക്കുമോ? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓ അത്രയുള്ള കാര്യം, ഞാനൊരു പണി ചെയ്യാം, അവൻ്റെ ഫോട്ടോസൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവന്നിട്ട് സുഭാഷ് ഏട്ടനെ കാണിക്കാമെന്ന് പറയും. ഫോട്ടോസോ? അതെന്തിനായെന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ, അതെ പിന്നെ അവൾക്കതിൽ സന്തോഷമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് അവൻ പറഞ്ഞു. അതൊന്നും ഓർത്തുകൊണ്ട് സുഭാഷ് ഏട്ടൻ വിഷമിക്കേണ്ട, ഞാൻ പോയിട്ട് ഫോട്ടോസ് എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഉറപ്പിച്ച് പറഞ്ഞ് അവിടെ നിന്നും പോവാണേ. അതൊന്നും ഓർത്ത് സുഭാഷ് ഏട്ടൻ വിഷമിക്കേണ്ട, ഞാൻ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തോണ്ട് വരാമെന്ന് സുഭാഷ് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷിന് ചെറിയൊരു അന്താളിപ്പായിരുന്നു. ഇവനിത് എന്തിന്റെ സാഹസത്തിനാണ് പോകുന്നത് എന്നാണ് സുഭാഷ് ഏട്ടൻ ഓർക്കുന്നത്. പിന്നീട് സുധീഷ് വന്ന് നികേഷിനോടും ഹരീഷിനോടും നിധിയോടൊക്കെ ഇതിനെക്കുറിച്ച് പറയാണ്. അന്നേരം നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല നീ അങ്ങോട്ടേക്ക് ചെന്നാൽ അവർ നിന്നെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ലല്ലോ എന്ന് ചോദിക്കും. അതൊക്കെ നീ കണ്ടോ, ഈ സുധീഷ് ആരാണെന്ന് നിനക്കൊന്നും അറിയില്ലല്ലോ എന്ന് അവൻ ഒരു മാസ് ഡയലോഗ് അങ്ങ് അടിച്ചു. അങ്ങനെ സുധീഷ് നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാണ്. അങ്ങോട്ടേക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി പിടിച്ചു. ഒരു കണ്ണടയൊക്കെ വെച്ച് കണ്ടാൽ ആരും തിരിച്ചറിയാത്തൊരു വേഷത്തിലായിരിക്കട്ടെ സുധീഷ് കയറി പോകുന്നത്. ഒരു കാരണവശാലും അവർക്കൊരിക്കലും ഒരു സംശയം തോന്നാൻ പാടില്ലല്ലോ. ആ സമയത്ത് സുഭാഷ് അവിടെ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അന്നേരം നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന് വിഷമം കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്, നല്ല സങ്കടം വരുന്നുണ്ട് എന്ന് പറയും. ഹരീഷ് പറയുന്നുണ്ട്, എല്ലാവർക്കും നല്ല വിശപ്പും തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഏതായാലും ആഹാരം ഉണ്ടാക്കാമെന്ന് പറയും. നിധി ചോദിക്കുന്നുണ്ട്, നമുക്കോ എന്ന്. അതെ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഹരീഷ് പറഞ്ഞു. അല്ല, ബിരിയാണി ഉണ്ടാക്കാനൊക്കെ നിനക്കറിയോ എന്ന് നിധി ചോദിച്ചപ്പോൾ, നമുക്ക് നെറ്റിലൊക്കെ നോക്കിയിട്ട് അതങ്ങ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടൻ്റെ കൂടെ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നും പറയാണ് അവന്. അങ്ങനെ അവർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ്. അതിനു വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കാൻ ഹരീഷും നികേഷും ഒക്കെ കൂടെ സഹായിച്ചു. അങ്ങനെ അവരെല്ലാം തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഈ സമയത്തിന് നിധി ഗ്യാസ് ഓണാക്കി കത്തിക്കാൻ നോക്കിയപ്പോൾ ഗ്യാസ് കത്തുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഗ്യാസ് തീർന്നു പോയി എന്ന്. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു എത്തും പിടിയുമുണ്ടായിരുന്നില്ല. കാരണം ഗ്യാസ് തീർന്നു, വേറെ എക്സ്ട്രാ കുറ്റിയുമില്ല. ഇനി സുഭാഷിനോട് ചോദിക്കാനും ഒരു മടി. ഒടുവിൽ നികേഷ് പറയുന്നുണ്ട്, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന്. അങ്ങനെ മേടിക്കാമെന്ന് വെച്ചാൽ കുറേ അധികം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അത് വെക്കാൻ ഫ്രിഡ്ജും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും? പുറത്തു നിന്ന് വാങ്ങിക്കഴിച്ചാൽ ഇതൊക്കെ വേസ്റ്റ് ആയി പോവില്ലേ? ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനും പറ്റില്ല. ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായി ഇവർക്ക്. ഇതേ സമയത്തായിരിക്കട്ടെ സുധീഷ് നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറാമാനും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സുധീഷ് പതിയെ അവരുടെ അടുത്തേക്ക് പോയി നിന്നു. അപ്പോൾ അവിടുത്തെ ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടൻ എന്താ കാര്യം എന്നൊക്കെ ആണോ, അത് പെണ്ണിന്റെ വീട്ടുകാരാണോ അതോ ചെക്കന്റെ ഭാഗത്തു നിന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പെണ്ണിന്റെ വീട്ടുകാരുടെ കൂടെയുള്ളതാണ് എന്ന്. ഇങ്ങനെ സുധീഷ് അവിടെ പമ്മി പമ്മി നിൽക്കായിരിക്കും. ആ സമയത്തിന് ഗംഗാധരൻ അത് കണ്ടു. ഇവനെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കാണ്. അന്നേരം തങ്കപ്പൻ അങ്ങോട്ടേക്ക് വന്നു. അല്ല, അവൻ ആരാ, അവൻ എന്താ അവിടെ നിൽക്കുന്നത്, കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന് തങ്കപ്പനും പറഞ്ഞു. ഓ, അത് ചിലപ്പോൾ ക്യാമറാമാൻ്റെ കൂടെയുള്ളവനായിരിക്കുമെന്ന് പറയാണ്. ശരിക്കും അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സുധീഷ് അവരുടെ കൂടെ ഇങ്ങനെ പോയി നിൽക്കുന്നതും. കുറച്ച് കഴിഞ്ഞപ്പോൾ ലളിതയും അവരിലേക്ക് വന്നു. ലളിതയ്ക്കും നല്ല സംശയം തോന്നി. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അത് ക്യാമറാമാൻ്റെ കൂടെയുള്ളവനാണ് എന്ന്. അല്ല, അവൻ എന്തിനാ ഈ മാസ്ക് ഒക്കെ വെച്ച് കണ്ണടൊക്കെ വെച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമ്പോൾ ലൈറ്റിന് ആ ഒരു പ്രകാശം കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നൊക്കെ അയാൾ മറുപടി കൊടുത്തു. ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ലളിതയും സമാധാനിച്ചു. പിന്നെ അവർക്കാണെങ്കിൽ സുധീഷിന് യാതൊരുവിധ സംശയവും തോന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് പതുക്കെ ഫോണുമായിട്ട് മണ്ഡപത്തിലേക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ്. പക്ഷേ സുധീഷിനെ കണ്ടപ്പോൾ തന്നെ സുനന്ദക്ക് കാര്യം മനസ്സിലായി, ഇത് സുധീഷാണ് എന്ന്. അന്നേരം തങ്കപ്പം വന്നിട്ട്, അല്ല നീ ക്യാമറാമാൻ്റെ കൂടെയുള്ളതല്ലേ, എന്തിനാ ഈ ഫോണുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കും. ഫോണിനകത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. ഓ അങ്ങനെയാണോ, എന്തൊക്കെ ടെക്നിക്കാണല്ലോ വരുന്നത് എന്ന് വിചാരിച്ച് അയാൾ അവിടെ നിന്നും പോയി. അന്നേരം സുനന്ദയുടെ ഭാവി വരൻ അവൻ്റെ കൂട്ടുകാരനെ കണ്ടു. അയ്യോ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് അങ്ങ് പോയി. ആ സമയം സുനന്ദയുടെ അടുത്ത് സുധീഷ് പാളി ചെന്നു. സുധീഷിനോട് സുനന്ദ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്, ഈ മാസ്ക് ഒക്കെ വെച്ച് നിന്നെ എങ്ങാനും അവർ പിടികൂടിയാലോ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, നിന്നെ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും. കാണാനോ എന്ന് അവൾ ചോദിച്ചപ്പോൾ, അതെ കാണാൻ വന്നതാണ്,
എന്നാലും ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ച് നീ അവിടെ നിന്ന് കടന്നു കളഞ്ഞില്ലേ? ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവിടെ പോസ്റ്റ് അടിപ്പിച്ചില്ലേ? എന്നിട്ടിപ്പോ നീ മറ്റൊരു കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പോവല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. സുനന്ദക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. വല്ലാത്ത ശ്വാസം മുട്ടി നിൽക്കായിരുന്നു അവൾ. അന്നേരം ഭാവി വരൻ അങ്ങോട്ടേക്ക് വരികയും അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുകയും ചെയ്തു. ആ നേരം സുധീഷ് പറയുന്നുണ്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ ഫോണിൽ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൻ അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് തടി തപ്പി. ഇതേ സമയത്തിന് സുഭാഷ് നിധിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്താ ഒരു പന്തികേടെന്ന് ചോദിക്കും. അത് പിന്നെ ഗ്യാസ് തീർന്നു പോയി എന്ന് പറയാണ് സുഭാഷ് ഏട്ടനോട്. ഓ അതാണോ കാര്യം? ഇന്ന് ഞായറാഴ്ച കൂടിയല്ലേ, ഇനി ഗ്യാസ് നാളെ കിട്ടത്തുള്ളൂ എന്ന് സുഭാഷ് പറയാണ്. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും സുഭാഷ് ഏട്ടാ എന്ന് ചോദിച്ചപ്പോ ഒരു പണി ചെയ്യാം, പുറത്തു വെച്ച് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും. കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് അവൻ പറയാണ്. നിധി പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാമെന്ന് പറയും. ഏയ് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, ഞാൻ തന്നെ റെഡിയാക്കി തരാമെന്ന് പറയാണ് സുഭാഷ്. അങ്ങനെ സുഭാഷ് തന്നെ പുറത്തു വെച്ചിട്ട് ബിരിയാണിയൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഭാസ്കരൻ സുനന്ദയുടെ വീട്ടിലേക്ക് വരുന്നതും കണ്ടുകൂട്ടത്തിന് അവരെല്ലാവരും ആകെ ഞെട്ടിപ്പോയി. ദൈവമേ, ഭാസ്കരനല്ലേ ഇനിയിപ്പോ വല്ല പ്രശ്നവും ഉണ്ടാക്കാനാണോ വന്നിരിക്കുന്നത് എന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഭാസ്കരൻ അങ്ങോട്ടേക്കൊന്ന് നോക്കി എന്നല്ലാതെ പ്രശ്നത്തിനൊന്നും തന്നെ പോയില്ല. പിന്നീട് ഭാസ്കരൻ നേരെ ചായക്കടയിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചാണ് ബ്രോക്കറെ കാണുന്നത്. ബ്രോക്കറോട് സംസാരിച്ചു ഭാസ്കരൻ ചോദിച്ചു, എന്റെ മോനൊരു പെണ്ണിനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നീ കുറെ മാലമായല്ലോ, പറ്റിച്ച് നടക്കുകയാണല്ലോ, ഇതുവരെ ഒരുത്തനെ പോലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. അയ്യോ ഭാസ്കരേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നു. ഒരു പെണ്ണുണ്ട്, 2-3 ദിവസത്തിനുള്ളിൽ വന്ന് പറയാമെന്ന് കരുതിയതാണ്. പക്ഷേ നിങ്ങളുടെ മോന് ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്ന് ബ്രോക്കർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ആലോചന കൊണ്ടുവാ, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. വെറുതെ ഉടായ്പ കേസുമായിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്ന് ഭാസ്കരൻ താക്കീതും കൊടുത്തു. അന്നേരം ബ്രോക്കർ പറയുന്നുണ്ട്, അതൊക്കെ പറയാം, പക്ഷേ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ ആരും പെൺകുട്ടിക്ക് തരാനൊന്നും തയ്യാറാവുന്നില്ലല്ലോ. നേരത്തെ ഒരു പെൺകുട്ടി വന്നതായിരുന്നുവെന്നും അപ്പോൾ നിങ്ങളുടെ മോന് സമ്മതമില്ലായിരുന്നുവെന്നും പറയും. ശരി ശരി, എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്തായിരിക്കും സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. സുധീഷ് വന്നിട്ട് ആ ഒരു ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. നികേഷിനോടും ഹരീഷിനോടൊക്കെ പറയുന്നുണ്ട്, നോക്കടാ ഇത് കണ്ടോ, ഇതിനേക്കാൾ 100 പവറാണ് നമ്മുടെ ചേട്ടനെന്ന് അവൻ പറയും. ഒടുവിൽ സുഭാഷിനെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ സുഭാഷിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സമാധാനം വന്നു. സുനന്ദ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതി, എനിക്കത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയാണ് സുഭാഷ് ഏട്ടൻ. ഇത് കേട്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ചേട്ടന് സമാധാനമായല്ലോ, എനിക്കിപ്പോൾ ആശ്വാസമായി എന്ന് പറയാണ് സുഭാഷ്. സുഭാഷിന്റെ മനസ്സ് അങ്ങനെയാണ്. തനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, താൻ സ്നേഹിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കരുത്. അതിനുശേഷം സുഭാഷ് നേരെ പോയിട്ട് ബിരിയാണിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ബിരിയാണി സെറ്റാക്കിയതിനു ശേഷം എല്ലാവർക്കും നന്നായിട്ട് വിളമ്പിക്കൊടുത്തു. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി. രാത്രി ആയപ്പോൾ സുഭാഷും സുധീഷും സംസാരിച്ചിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടന് വിഷമമൊന്നും ഇല്ലേ എന്ന്. എന്തിനെ എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ സുനന്ദയുടെ വിവാഹമെന്ന് അവൻ പതുക്കെ പറഞ്ഞു. ഏയ് അതെനിക്ക് വിധിച്ചിട്ടുള്ളതാ, അതുകൊണ്ട് അതിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയാൽ ഞാൻ ഒരുപാടധികം സന്തോഷിക്കുന്നു എന്ന് പറയാണ് അവന്. സുധീഷിന് അത് അത്ര തന്നെ വിശ്വാസം വന്നില്ല. ചേട്ടന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് എന്ന് അവനറിയാം. ആ സമയത്താണ് സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അവൻ അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് സുഭാഷ് പറഞ്ഞു, എടാ ഞാൻ പോയി കിടക്കട്ടെ. സുഭാഷേട്ടൻ എന്താ ഇത്ര ധൃതി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സുഭാഷിന്റെ ഫോൺ അടിച്ചു. നോക്കിയപ്പോൾ അത് കോഫി ഷോപ്പിൽ നിന്നും വന്ന ആ ഒരു പെണ്ണാണ്. എടാ ഇതാ പെണ്ണാണെന്ന് തോന്നുന്നു, ഇങ്ങതാ ഞാൻ സംസാരിക്കാമെന്ന് പറയാണ് സുധീഷ്. കോൾ എടുക്കണ്ട എന്ന് സുഭാഷ് പറഞ്ഞുവെങ്കിലും സുധീഷ് അത് വാങ്ങി സംസാരിച്ചു. സുഭാഷ് ആയിട്ടായിരിക്കും സുധീഷ് സംസാരിക്കുന്നത്. പിന്നെ കുറേ അധികം വർത്തമാനമൊക്കെ പറഞ്ഞു. സുഭാഷ് വേണ്ടടാ എന്ന് പറയുന്നുണ്ടെങ്കിലും സുധീഷ് നിർത്തുന്നില്ല. ആ പെൺകുട്ടി ചോദിച്ചു, കോഫി ഷോപ്പിൽ വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെയൊന്നും എന്നോട് സംസാരിച്ചിരുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു, നിന്നെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ സങ്കോചം. ഇപ്പൊ പേടിയൊക്കെ മാറിയെന്ന് അവൻ പറഞ്ഞു. എനിക്ക് സുഭാഷേട്ടനെ ഒന്ന് കാണണം, നമുക്കൊന്നുകൂടി മീറ്റ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് ഫോണ് വെച്ചു. ഒടുവിൽ സുഭാഷ് അവനെ ഒരുപാടങ്ങ് ചീത്ത പറയാണ്. എടാ നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല കേടുണ്ടോ? നമ്മൾ ആ ആലോചന വേണ്ടാന്ന് വെച്ചതല്ലേ. എടാ ഇനിയെങ്കിലും നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതൊന്നും മാറ്റാൻ പോകുന്നില്ല എന്നാണ് സുധീഷ് പറയുന്നത്. പിറ്റേന്ന് രാവിലെ സാന്ദ്ര പതുക്കെ അലുമാറ് തുറന്ന് നിധിയുടെ ആധാർ കാർഡൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കാണ്. അത് നിധിക്ക് അയച്ചു കൊടുക്കാൻ നോക്കുമ്പോഴാണ് സാന്ദ്രയുടെ ഫോണിൽ ചാർജ് തീരുന്നത്. ഷോ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി അവൾ നേരെ മുറിയിലേക്ക് പോയി. അരുൺ അത് കണ്ടു. ഇവൾ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലോ എന്ന് അയാൾക്ക് തോന്നി. അവൻ അങ്ങോട്ടേക്ക് പതുങ്ങി നിന്നു. സാന്ദ്ര മൊബൈൽ കുത്തിയിട്ടിട്ട് ആ ആധാർ കാർഡിന്റെ നമ്പർ ഒരു പേപ്പറിലേക്ക് അങ്ങ് കുത്തി കുറിച്ചു. ഈ നമ്പർ കിട്ടിയാലും മതി അവൾക്ക് ആധാർ കാർഡ് എടുക്കാൻ പറ്റുമല്ലോ.
ആ ആധാർ കാർഡ് തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ തുടങ്ങുമ്പോഴാണ് അരുൺ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്താ എന്ന് ചോദിച്ചപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ സാന്ദ്ര ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഒന്നുമില്ല അരുണേട്ടാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും വഴുതി മാറി. ഈ സമയത്ത് തന്നെ അരുൺ ആ ഒരു പേപ്പർ പോയി നോക്കി. അവിടെ ഒരു നമ്പർ എഴുതി വെച്ചിരിക്കുന്നു. ഇത് ഏത് നമ്പറാണെന്ന് ആദ്യം നോക്കിയപ്പോൾ മനസ്സിലായില്ലെങ്കിലും പിന്നെയാണ് മനസ്സിലായത് ഇത് നിധിയുടെ ആധാർ നമ്പറാണ് എന്ന്. 12 അക്കമുണ്ടല്ലോ. അപ്പൊ തന്നെ അത് അവൻ ഉറപ്പിച്ചു. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. കുറച്ചു കഴിഞ്ഞ് സാന്ദ്ര വന്ന് ഫോൺ ഓണാക്കി നോക്കി. ആ നമ്പർ നിധിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. പക്ഷേ അവിടെ വലിയൊരു ട്വിസ്റ്റ് തന്നെ സംഭവിക്കുന്നുണ്ട്. അത് സാന്ദ്ര അറിഞ്ഞില്ല. ആധാർ നമ്പർ കിട്ടിയപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ഓടിച്ചെന്ന് സുധീഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ആധാർ നമ്പർ കിട്ടിയെന്ന്. ഇത് വെച്ച് എനിക്ക് കാർഡ് എടുക്കാനും പറ്റും. ഇതില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ പേരിൽ എത്രമാത്രം ഞാൻ ടെൻഷൻ അടിച്ചതാണെന്ന് അറിയോന്നൊക്കെ പറയാൻ അവൾ. സുധീഷിന് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര പേടിയായി. എങ്ങനെയെങ്കിലും നിധിയെ കയ്യിലെടുക്കണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം. ഇനിയിപ്പോ ഇവളെങ്ങാനും എവിടെ നിന്നും പോകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുധീഷ് ആകെ സങ്കടത്തിലായി. നിധി ആധാർ കാർഡ് എടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ സുധീഷ് പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന്. വേണ്ട, ഞാൻ ഒറ്റക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് കടകളൊന്നും അറിയില്ലല്ലോ, ഞാൻ വരാമെന്ന് അവൻ നിർബന്ധം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് നമ്പർ കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു ഒരു OTP വരും, അത് പറഞ്ഞു തരാൻ പറയും. ആധാർ കാർഡ് കൊടുത്തപ്പോൾ നമ്പറിലേക്ക് OTP വരുമെന്ന് പറഞ്ഞപ്പോൾ നിധി ആകെ പെട്ടുപോയി. കാരണം ആ നമ്പർ അവൾ പണ്ടേ കളഞ്ഞതാണ്. ഇപ്പൊ കയ്യിലുള്ളത് നികേഷ് എടുത്തു കൊടുത്ത ആ ഒരു മറ്റേ സിം കാർഡാണ്. ആ പഴയ നമ്പർ ഇല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ നിധി ആകെ തകർന്നു പോയി. പക്ഷേ സുധീഷിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഹാവു, രക്ഷപ്പെട്ടു. ഇങ്ങനെയെങ്കിലും ഇവൾ തന്റെ അടുത്ത് തന്നെ നിൽക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ സുധീഷിന് ഭയങ്കര സങ്കടമായി. ഹാവു, രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും ഇവൾ തന്റെ അടുത്ത് തന്നെ നിൽക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുധീഷിന് ഭയങ്കര സന്തോഷമാണെങ്കിലും നിധി ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് തിരികെ ഇറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ OTP ചെന്നത് നേരെ സാന്ദ്രയുടെ ഫോണിലേക്കായിരിക്കും. അരുൺ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഈ ഫോൺ നോക്കുന്നത് എന്ന്. സാന്ദ്ര പറഞ്ഞു, ഞാൻ ആധാർ ഒന്നും നോക്കിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വന്നത് എന്ന് പറയും. അപ്പോഴേക്കും അരുൺ ചോദിച്ചു, നീ ഇവിടെ ഒരു പേപ്പറിൽ നമ്പർ എഴുതി വെച്ചിരുന്നില്ലേ, അത് ആരുടേതാണ്? നിധിക്ക് അവളുടെ ആധാർ നമ്പർ കൊടുക്കാനല്ലേ നീ ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനെന്താ ചെയ്തതെന്നറിയോ? ആ നമ്പർ ഞാനങ്ങ് മാറ്റിയിട്ട് നിന്റെ ആധാർ നമ്പറാണ് ആ പേപ്പറിൽ എഴുതി വെച്ചത് എന്ന് പറയും. നീ നിന്റെ ആധാർ നമ്പർ തന്നെയാണ് അവൾക്ക് അയച്ചു കൊടുത്തത്, അതുകൊണ്ട് നിന്റെ ഫോണിലേക്കാണ് OTP വന്നത് എന്ന് പറയാണ് അരുൺ. സാന്ദ്രയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അരുൺ അങ്ങ് ദേഷ്യപ്പെട്ടു. അവൾക്ക് ആധാർ കാർഡ് എടുത്തു കൊടുത്തിട്ട് അവളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ഈ ജന്മത്ത് നടക്കില്ല എന്നും അവൻ ആക്രോശിച്ചു. അവൻ സാന്ദ്രയെ ഒരുപാടധികം വഴക്ക് പറയാണ്. അരുൺ പെട്ടെന്ന് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് സാന്ദ്ര ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ബ്രോക്കർ സുധീഷിനെ കാണുന്നുണ്ട്. ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട് എന്ന് പറയും. സുധീഷ് ചോദിക്കുന്നുണ്ട്, നീ കൊണ്ടുവന്നതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന്. ആ പഴയ പെൺകുട്ടി സുഭാഷേട്ടനെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് ബ്രോക്കർ പറഞ്ഞു. പക്ഷേ സുഭാഷ് അല്ലേ അത് വേണ്ടാന്ന് വെച്ചത്. അതിന് കാരണം അവർക്ക് വേറെ മാറി താമസിക്കണം എന്നുള്ള നിബന്ധനയുണ്ടായിരുന്നു എന്നതായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. സുഭാഷേട്ടൻ മാറി താമസിച്ചാൽ മതിയെന്ന് പറയും. ഇത് കേട്ടപ്പോൾ സുധീഷും നികേഷും ഒക്കെ ഒന്ന് ആലോചിച്ചു. നമുക്ക് അവിടെ പോയിട്ടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. ഒടുവിൽ സുധീഷും നിധിയും കൂടിയിട്ട് ആ വീട്ടിലേക്ക് ചെന്നു. കവിത എന്നായിരുന്നു ആ ഒരു പെണ്ണിന്റെ പേര്. കവിത പറയുന്നുണ്ട്, എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഒട്ടും താല്പര്യമില്ല, വേറെ വീട് എടുക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് പറയും. അവർ തിരിച്ചു വന്ന് നികേഷിനോടും ഹരീഷിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. നികേഷിന് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. സുഭാഷേട്ടൻ ഈ വീട് വിട്ടു പോകണ്ട എന്ന് അവൻ പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞത് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. സുഭാഷേട്ടൻ പാവം നമുക്ക് വേണ്ടിയിട്ട് ജീവിതം പോലും കളഞ്ഞതല്ലേ. ഒടുവിൽ നികേഷിനെ അവർ ആ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചു. പക്ഷേ സുഭാഷിനോട് ഈ ഒരു മാറ്റത്തെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നീട് ഭാസ്കരന്റെ അടുത്തേക്ക് പോയിട്ട് നിധി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുഭാഷേട്ടൻ വേറെ താമസിക്കണമെന്ന് അവര് പറയുന്നത്. അതിനെന്താ, അവൻ മാറി താമസിച്ചോട്ടെ എന്ന് ഭാസ്കരൻ പറയാണ്. അച്ഛന് വിഷമമില്ലേ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു പോയിക്കോളൂ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് ഭാസ്കരൻ. അച്ഛനെ ആരു നോക്കുമെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ വേറെ കല്യാണം കഴിക്കും, അവൾ എന്നെ നോക്കിക്കോളുമെന്ന് അയാൾ തമാശ രൂപേണ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധി ശരിക്കുമെന്ന് ഞെട്ടി. അച്ഛൻ വേറെ കല്യാണം കഴിച്ചാ അയാൾ അവരെ കൊല്ലുമോ എന്നുള്ള പേടി നിധിക്കുണ്ടായിരുന്നു. അവൾ ആകെ പേടിച്ചു വിറച്ചു. ഒടുവിൽ സുഭാഷേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാണ്. കവിതയുടെ വീട്ടുകാർക്ക് താല്പര്യമാണ് എന്നും ഈ ബന്ധം ഉറപ്പിക്കാമെന്നും പറഞ്ഞു. പക്ഷേ മാറി താമസിക്കുന്ന കാര്യം മാത്രം സുഭാഷേട്ടൻ അറിഞ്ഞില്ല. അങ്ങനെ അവർ വീണ്ടും വന്ന് സംസാരിച്ചു. സുഭാഷ് പണിസ്ഥലത്ത് നിൽക്കുമ്പോൾ കവിത അവനെ വിളിച്ചു. കവിതയ്ക്ക് സുഭാഷേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ കണ്ടപ്പോൾ കവിത ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് നമുക്ക് താമസിക്കാൻ എവിടെയാണ് വീടെടുത്തത് എന്ന്. വീടോ എന്ന് സുഭാഷേട്ടൻ ചോദിച്ച് ഇങ്ങനെ അന്തം വിട്ടു നിൽക്കാണ്. നിന്റെ അനുജന്മാര് നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് അവൾ ചോദിക്കാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട്, വേറെ വീടെടുത്ത് മാറുന്ന കാര്യത്തിനാണ് താൻ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചത്.
സുഭാഷേട്ടന് അത് വലിയ വിഷമമായി പോയി. അവൻ നേരെ വീട്ടിലേക്ക് ചെന്ന് അനുജന്മാരോടൊക്കെ വഴക്കിട്ടു. എന്റെ കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ ഈ വീട് വിട്ട് ഒരിക്കലും എങ്ങോട്ടേക്കും പോകില്ല എന്ന കാര്യം സുഭാഷേട്ടൻ അങ്ങ് തീർത്തും പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷിന് ഒരുപാട് സമാധാനമായി. അവൻ ഓടിച്ചെന്ന് സുഭാഷേട്ടനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്ക് നിങ്ങളാണെല്ലാം, നിങ്ങളില്ലാത്തൊരു ലോകം എനിക്കില്ല എന്ന് സുഭാഷേട്ടൻ തീർത്തും അങ്ങ് പറയാണ്. ചേട്ടനും അനുജന്മാരും പരസ്പരം കെട്ടിപ്പിടിച്ചിങ്ങനെ പൊട്ടിക്കരഞ്ഞ് നിൽക്കുമായിരിക്കും. സുഭാഷേട്ടൻ തന്റെ അനുജന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ഇതെല്ലാം തന്നെ പല്ല് കടിച്ചു നിന്ന് കാണുകയായിരുന്നു ഭാസ്കരൻ. തന്റെ അധികാരം ആ വീട്ടിൽ അവസാനിക്കുന്നു എന്ന ഭയം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. നീ ഈ വീട് വിട്ടു പോകില്ലെന്ന് പറഞ്ഞല്ലോ, എങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോയിക്കോളാം എന്നൊരു പ്രഖ്യാപനം വരെ അയാൾ നടത്തി. അങ്ങനെ ഒരു ഡ്രാമക്ക് ഭാസ്കരൻ തുടക്കമിട്ടു. പക്ഷേ ഇത്തവണ ആരും തന്നെ അയാളെ തടയാനൊന്നും വന്നില്ല എന്നത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. ഇതേ സമയം നിധിയുടെ ഉള്ളിൽ തീയായിരുന്നു. ആധാർ കാർഡിന്റെ പേരിൽ സാന്ദ്രയെ അരുൺ ചതിച്ച വിവരം അവൾ വൈകാതെ തന്നെ തിരിച്ചറിഞ്ഞു. ഒരു വൈകുന്നേരം സാന്ദ്ര രഹസ്യമായി നിധിയെ കാണാനെത്തി. നിധി, അന്ന് അരുണേട്ടൻ ആ പേപ്പർ മാറ്റി എഴുതിയതാണ്. നിനക്ക് ഞാൻ അയച്ചു തന്നത് എന്റെ നമ്പറായിരുന്നു എന്ന് സാന്ദ്ര കരഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തി. ഇത് കേട്ട നിധി ഒരിക്കലും തളർന്നു പോയില്ല. പകരം അരുണിന്റെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ സുധീഷിന്റെ സഹായത്തോടു കൂടി തന്നെ അരുണിന്റെ ഫോൺ രഹസ്യമായി കൈക്കലാക്കി. അതിൽ നിന്നും തന്റെ പഴയ സിം കാർഡ് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. സുഭാഷിന്റെ സ്നേഹം കണ്ട് കവിതയ്ക്ക് തന്റെ നിർബന്ധത്തിൽ കുറ്റബോധം തോന്നിയിരുന്നു. അവൾ ആരും അറിയാതെ സുഭാഷേട്ടന്റെ പണിസ്ഥലത്തേക്ക് ചെന്ന് കണ്ടു. സുഭാഷേട്ട, എനിക്ക് നിങ്ങളെ സ്നേഹമുള്ള ഒരു ഭർത്താവായി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കുടുംബത്തെ തകർക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. നമുക്ക് ആ വീട്ടിൽ തന്നെ കഴിയാമെന്ന് അവൾ പറഞ്ഞു. ഈ മാറ്റം സുഭാഷേട്ടന്റെ കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. പക്ഷേ ഭാസ്കരൻ ഇതിനിടയിൽ രണ്ടാം കല്യാണത്തിലുള്ള ബ്രോക്കറുടെ അടുത്തേക്ക് പായാൻ തുടങ്ങിയിരുന്നു. പിന്നീട് അങ്ങനെ കുറേയധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കട്ടോ നിധി തന്റെ ആധാർ കാർഡ് വീണ്ടെടുക്കുകയും അതിലൂടെ തന്നെ അരുണിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു അടിപൊളി മാസരംഗങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.